മലപ്പുറം വടപുറത്ത് അധ്യാപികയെ മർദ്ദിച്ചതായി പരാതി. PTA കമ്മിറ്റി നിയമിച്ച അധ്യാപികയ്ക്ക് ക്ലാസ് എടുക്കാൻ ആയ വിലക്കേർപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മമ്പാട് വടപ്പുറം LP സ്കൂളിലാണ് സംഭവം. ഹാരിഷ ബാബുവിനെയാണ് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ ആയ ജംഷീന മർദ്ദിച്ചതായി പറയുന്നത്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ പുതിയ അധ്യാപികയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. PTA കമ്മിറ്റി പുതിയതായി നിയമിച്ച അധ്യാപികയ്ക്ക് നിലവിലെ അധ്യാപികയും ആയയും ചേർന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നതായും രക്ഷിതാക്കൾ ആരോപിച്ചു. സ്കൂളിൽ ഞങ്ങൾ PTA തീരുമാനിച്ചൊരു ടീച്ചറെ വെച്ചിരുന്നു. ഇന്നലെ തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ടീച്ചർ വന്നിട്ട് ടീച്ചർ ക്ലാസ് കയറാനൊരു മാനസികമായ പ്രയാസം ഉണ്ടായപ്പോൾ PTA പ്രസിഡന്റ് വിളിച്ചിട്ടാണ് ഞാൻ സ്കൂൾക്ക് വരുന്നത്. അത് വന്ന് ഷിഫാനത്തിനെയും കൊണ്ട് ഞങ്ങൾ 3 പേര്, ഞാനും PTA പ്രസിഡന്റും സൽമാൻ കാക്കും കൂടി ക്ലാസ്സിൽ കയറിയിട്ടുള്ള സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ. അപ്പോൾ ടീച്ചർ വന്ന് എൻ്റെ ജോലി പോയി, എൻ്റെ ജോലി നീ കളഞ്ഞില്ലാണ് ഈ കുട്ടീൻ്റെ മേത്തേക്ക് വരികയാണ്. ഭാഗത്ത് PTA പ്രസിഡന്റ് ആ കുട്ടീനെ മാറ്റിയത്. പിന്നെ നേരെ ടീച്ചർ കസാരയിൽ പോയി ഇരുന്ന് കുഴഞ്ഞു വീണു. സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ LKGയിലും UKGയിലുമായി കുട്ടികളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് പുതിയ അധ്യാപികയെ നിയമിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചത്. കഴിഞ്ഞ 1 വർഷം താൽക്കാലിക അധ്യാപികയായി ജോലി ചെയ്തയാളെ തന്നെ 1 വർഷത്തേക്ക് കൂടി നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ജൂൺ 5-ന് സ്കൂളിലെത്തിയ അധ്യാപികയെ ക്ലാസ് എടുക്കാൻ നിലവിലെ അധ്യാപികയും ആയും സമ്മതിച്ചില്ലെന്ന് PTA പ്രസിഡന്റ് KP സഫ്വാൻ പറഞ്ഞു. ഹാരിഷ ബാബു സ്ഥലത്തെത്തിയപ്പോൾ നിലവിലെ അധ്യാപിക കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹാരിഷയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് കഴുത്തിന് പിടിക്കുകയായിരുന്നു എന്നാണ് പരാതി. തർക്കം ഉടലെടുത്തതോടെ രക്ഷിതാക്കളെത്തി കുട്ടികളെ കൊണ്ടുപോയി. പുതിയ അധ്യാപികയ്ക്ക് ക്ലാസ് എടുക്കാൻ അനുമതി നൽകുകയും ആയെ സ്കൂളിൽ നിന്ന് മാറ്റുകയും ചെയ്യാതെ കുട്ടികളെ അയക്കില്ലെന്നാണ് രക്ഷിതാക്കളുടെ നിലപാട്. ഈ പ്രശ്നങ്ങൾ കാരണം ഇത്രയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ആയ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം സമയം ഈ കുട്ടികളുടെ അവരുടെ അടുത്തേക്ക് എന്ത് ധൈര്യത്തിൽ വിടുക എന്നാണ് പാരൻസ് ചോദിക്കുന്നത്. അപ്പോൾ PTA കമ്മിറ്റി എന്തായാലും പാരൻസിൻ്റെ തീരുമാനത്തിന് നമുക്ക് എതിരെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഈ കുട്ടികൾക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പാണ് തരാൻ പറ്റുകയെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഞങ്ങൾ നിസ്സഹായരാകുന്ന ഒരു അവസ്ഥയാണ്. ആയക്കെതിരെ ഹാരിഷ ബാബു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും തൊട്ടടുത്തുള്ള തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.